നമസ്കാരം പ്രിയ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലെ നിത്യമുള്ള ചേരുവകൾ കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കറികളെല്ലാം തന്നെയും ഞാൻ പാചകം ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു ഊണ് റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ കണ്ട് തയ്യാറാക്കി നോക്കണം. പാചകത്തിൻ്റെ ABCD അറിയാത്തവർക്ക് പോലും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഉച്ചയൂണ് റെസിപ്പിയാണ്. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള വീട്ടിലെ ഊണ് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ഊണ് റെസിപ്പി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പപ്പായ കറിയാണ് തയ്യാറാക്കേണ്ടത്. ഇതിനായിട്ട് 125 ഗ്രാം അളവുള്ള കപ്പിൽ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ച് കൊടുക്കാം. ഈ പരിപ്പിനെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. പരിപ്പ് കഴുകിയതിന് ശേഷം കുതിർന്ന് വരാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പരിപ്പിനെ ഒന്ന് മാറ്റി വയ്ക്കാം. പരിപ്പ് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കാനുള്ള മസാല ഒന്ന് പുരട്ടി വയ്ക്കാം. ഞാനിതുപോലെയാണ് കോവയ്ക്ക കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുള്ളത്. കോവയ്ക്ക വാങ്ങുമ്പോൾ ഇതുപോലെ ചുവന്ന കോവയ്ക്ക വാങ്ങാതെ ഈ ഒരു രീതിയിലുള്ള കോവയ്ക്ക എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇങ്ങനെയുള്ള കോവയ്ക്ക വെച്ചിട്ട് നമ്മൾ കറികൾ തയ്യാറാക്കുമ്പോൾ ഇത്തിരി പുളിപ്പ് വരാൻ സാധ്യത കൂടുതലാണ്. ആദ്യമേ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ചതച്ച കുരുമുളക്, 1/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 സ്പൂൺ അളവിൽ ഇനി കോൺഫ്ലോർ ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കുഴച്ചെടുക്കുമ്പോഴേക്കും കോവയ്ക്ക നല്ലതുപോലെ ഒന്ന് നനഞ്ഞ് കിട്ടും. കോവയ്ക്ക നല്ലതുപോലെ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. കോവയ്ക്ക മസാല പുരട്ടി വെച്ചതിന് ശേഷം നമുക്ക് കഴുകി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുള്ള പരിപ്പ് കുക്കറിലേക്ക് മാറ്റാം. വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് ചേർക്കണം. ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്താലും കുഴപ്പമൊന്നുമില്ല. മുളക് കട്ട് ചെയ്ത് ചേർക്കാം. പരിപ്പിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. പരിപ്പിന് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് ഈ പരിപ്പിലേക്ക് ചേർക്കാനായിട്ട് ഇതുപോലൊരു പപ്പായ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടൊക്കെ വരാം. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള പപ്പായ കഷ്ണങ്ങൾ പരിപ്പിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലൊരു ചെറിയ സവാള കട്ട് ചെയ്ത് കൊണ്ട് ചേർക്കാം. സവാള കട്ട് ചെയ്തത് ചേർക്കാം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പരിപ്പും വേവിച്ചെടുക്കാൻ വെക്കാം. നമുക്കൊരു 3 വിസിൽ കൊണ്ടാണ് ഈ ഒരു പരിപ്പും പപ്പായയും വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ പരിപ്പിനിപ്പോൾ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പരിപ്പ് താഴത്തേക്ക് നിർത്തി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പും പപ്പായൊക്കെ വേവിക്കാൻ വെച്ചിട്ടൊരു 3 വിസിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കർ മാറ്റിയതിന് ശേഷം നമുക്ക് കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. മസാല പുരട്ടിയിട്ടുള്ള കോവയ്ക്ക എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ കോവയ്ക്കും ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്കിതുപോലെ ഒന്ന് നിരത്തിയും കൂടെ വെച്ച് കൊടുക്കാം. കോവയ്ക്കയിലേക്ക് നല്ലതുപോലെ ചൂട് കയറി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈ ആയി വരട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ മുറിഞ്ഞ് കിട്ടുന്നതിനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൂടെ കൊടുക്കണം. ഈ സമയത്ത് നമ്മുടെ പരിപ്പ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇളക്കിയും കൂടി നോക്കാം. പപ്പായയും നല്ലതുപോലെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തവി വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ കോവയ്ക്കൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ മുരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോവയ്ക്ക എടുത്ത് മാറ്റാം. ഇവിടെ കോവയ്ക്കെല്ലാം നല്ല പോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ കോവയ്ക്കെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് പപ്പായക്കറിക്കുള്ള താളിപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് താളിപ്പ് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. താളിപ്പ് ചെയ്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ചേർക്കാം. കടുക് ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ചുള വെളുത്തുള്ളി ചേർക്കണം. കൂടെ തന്നെ കൊച്ചുള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത്, കറിവേപ്പില ഒന്ന് മുരിയിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. ഇപ്പോൾ ഒന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ താളിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ചേർക്കാം. കറിയിലേക്ക് താളിപ്പ് ചേർക്കുവാണ്. കറിയുടെ ഇളക്കി കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ഈ പരിപ്പ് കറി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നാളികേരമൊന്നും തന്നെ അരച്ച് ചേർത്തിട്ടില്ല, എങ്കിലും നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. കോവയ്ക്ക ഫ്രൈക്ക് ഇത്തിരി കൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സവാള കൂടെ ഫ്രൈ ചെയ്ത് ചേർക്കണം. കോവയ്ക്ക ഫ്രൈ ചെയ്ത് മാറ്റിയ അതേ ഓയിൽ തന്നെയാണ് നമുക്കിനി ആവശ്യമായിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കണം. കൂടെ തന്നെ ഒരു സവാള ഒന്ന് പൊടിയായി കട്ട് ചെയ്തതാണ് ഇതിലൂടെ ചേർക്കാം. സവാള ഒന്ന് മുരിയിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാകും. അതുകൊണ്ട് സവാളയിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അതുവരെയാണ് ഇളക്കി കൊടുക്കേണ്ടത്. സവാള മുരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി ഉലർത്ത് തയ്യാറാക്കാം. ഇതിനായിട്ട് 4 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 50 ഗ്രാമോളം കൊച്ചുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും. തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള ഇപ്പോൾ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി 1 മിനിറ്റ് നേരം കൂടെ ഈ സവാളയും കോവയ്ക്കയും കൂടി ചേർത്ത് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം അങ്ങ് കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കോവയ്ക്കയിലുള്ള ഉപ്പെല്ലാം സവാളയിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടാനും വേണ്ടിയിട്ടാണ്. 1 മിനിറ്റ് നേരം കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോവയ്ക്ക എടുത്ത് മാറ്റാം. 3 പച്ചമുളക് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ അളവിൽ മാത്രമാണ് കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോവയ്ക്കയ്ക്ക് എരിവ് കുറവുണ്ടാകും. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പ്ലേറ്റിലേക്ക് തന്നെ മാറ്റാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് ഒന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ 2 കറികൾ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് തക്കാളി ഉലർത്ത് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കൊച്ചുള്ളി ചേർക്കാം. പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കൊച്ചുള്ളി അധികം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ച വറ്റൽമുളകാണ് ചേർക്കുന്നത്. 1/4 സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. മുളകും കൂടി ചേർത്ത് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. മൂടി ചേർത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലേക്ക് വെച്ചിട്ട് വേണം മൂടി വെച്ച് കൊടുക്കാനായിട്ട്. 1 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി വേവിക്കാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയിൽ അത്യാവശ്യം വെള്ളമെല്ലാം ഉണ്ട്. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടായിരുന്നു മൂടി വെച്ചിരുന്നത്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടെ തക്കാളി വേവിച്ചെടുക്കാം. മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ മൂടി വെച്ച കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയിലുണ്ടായിരുന്ന വെള്ളമെല്ലാം ഒന്ന് വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കണം. ഇളക്കിയും കൂടി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള തക്കാളി ഉലർത്തും ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2 പപ്പടവും കൂടി പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഊടിനുള്ള കറികളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയിലോട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ
നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ്, വളരെ സിമ്പിളായിട്ടുള്ള. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.